മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവിൽ ആശയക്കുഴപ്പം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കണമെന്ന് സർക്കാർ ഉത്തരവ് ശരിവയ്ക്കുന്ന കോടതി എസ്റ്റേറ്റ് ഉടമകൾക്ക് മുൻകൂർ പണം നൽകണമെന്ന് കൂടി പറയുന്നതാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഇതിന് ഈ വിധിയിലുള്ള ആശയക്കുഴപ്പം? മുൻകൂർ പണം നൽകണം എന്ന് കോടതി വിധിയിലുണ്ട് താനും. അതുകൊണ്ട് ഈ ആരിസൺ മലയാളം പോലുള്ള സ്ഥാപനങ്ങൾക്ക് എന്താണ് ഒരു അഡ്വാൻറ്റേജ്? പണം മുൻകൂർ കിട്ടുമെന്നുള്ളതാണോ? ഈ ഹൈക്കോടതി ഈ മാസം 27-നാണ് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും മേപ്പാടിയിലെ ഹാരിസന്റെ ഉടമസ്ഥതയിലുള്ള നെടുമ്പോല എസ്റ്റേറ്റും ഏറ്റെടുക്കാനുള്ള അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണ് ഈ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത്. ആ ഉത്തരവ് കോടതി ശരിവെക്കുന്നു. എന്നാൽ ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് മുൻകൂർ നഷ്ടപരിഹാരം നൽകണം എന്നതാണ് കോടതി നിർദ്ദേശിക്കുന്ന കാര്യം. സാധാരണ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ആ ഭൂമി അല്ലെങ്കിൽ തർക്കഭൂമി വേണമെങ്കിൽ, അതായത് ഇപ്പോൾ ഈ രണ്ട് എസ്റ്റേറ്റുകളുടെയും ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരും ഉടമകളും തമ്മിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ സിവിൽ കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സിവിൽ കേസുള്ള ഭൂമി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ആ ഏറ്റെടുക്കുന്ന തുക ഉടമകൾക്കല്ല കൈമാറുക. സാധാരണ കോടതിയിൽ കെട്ടിവെച്ചാണ് അതിൻ്റെ ഈ നിയമവ്യവഹാരം നടന്നുകൊണ്ട് പോകുന്നത്. പിന്നീട് ഈ വിധി ആർക്കാണ് അനുകൂലമായി വരിക ആ പണം അവർക്ക് ലഭിക്കുന്നതാണ് നിലവിലുള്ള രീതി. എന്നാൽ ഈ കോടതി ഉത്തരവിൽ പറയുന്നത് ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് മുൻകൂറായി നഷ്ടപരിഹാര തുക നൽകണം, അവരുമായൊരു ബോണ്ട് ഒപ്പിട്ട് സർക്കാരും അവരും തമ്മിലൊരു ബോണ്ട് ഒപ്പിടണം എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും സർക്കാരിൻ്റെ നിലവിലുള്ള നടപ്പ് രീതികൾക്ക് വിരുദ്ധമാണ് എന്നതാണ് റവന്യൂ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതാണ് പ്രധാനമായും ആശയക്കുഴപ്പത്തിൻ്റെ കാര്യം. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഏറ്റെടുക്കുന്ന ഭൂമിക്ക് മുൻകൂറായി നഷ്ടപരിഹാരം നൽകുമ്പോൾ അതൊരു വലിയ ഭീമമായ തുകയാണ്. ഏതാണ്ട് രണ്ട് എസ്റ്റേറ്റുകൾക്കുമായി ഏതാണ്ട് 400 കോടി രൂപ ചിലവാക്കേണ്ടി വരും. ഒപ്പം തന്നെ അഡീഷണൽ കോമ്പൻസേഷൻ നൽകേണ്ടി വരും. ഇത്രയും തുക മുൻകൂറായി എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകിയാൽ അത് പിന്നീട് കേസ് അനുകൂലമായി വരികയാണെങ്കിൽ അവർ തിരികെ നൽകും എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. എന്നാൽ അത്രയും കാലം ഈ സിവിൽ കേസുകളൊക്കെ തീർപ്പായി വരാൻ 10-15 കൊല്ലമെടുക്കും. അത്രയും കാലം സർക്കാരിൻ്റെ പണം, പൊതുപ്പണം ഈ എസ്റ്റേറ്റ് ഉടമകളുടെ കയ്യിൽ കിട്ടും. എന്നാൽ അത് തിരിച്ചു നൽകുമ്പോൾ പോലും അതിൻ്റെ പലിശ ഇനത്തിലുള്ള തുക പോലും നഷ്ടമാകും. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായ കാര്യം പൊതുവിൽ ഉയർന്നത്. ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് മന്ത്രിസഭയാണ്. ജനുവരി 1 ചേർന്ന മന്ത്രിസഭ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയെടുക്കണമെന്ന കാര്യം തീരുമാനിക്കും. അപ്പീൽ പോകണം എന്നടക്കമുള്ള വാദങ്ങളുണ്ട്. അത് സർക്കാർ മുഖ്യമന്ത്രിയാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരിക. SK